ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നത് താങ്കളെ തന്നെയാണ്, സാക്ഷാൽ ഭീഷ്മയെ. അംബയുടെ ആ മറുപടി ഭീഷ്മയെ ഞെട്ടിച്ചു. അംബ, ഞാൻ ബ്രഹ്മചര്യ വ്രതത്തിൽ ഇരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാത്തതാണോ അതോ മറന്നുപോയതാണോ? മറന്നുപോയതല്ല ഭീഷ്മ. എൻ്റെ ജീവിതം തകർത്ത നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഭീഷ്മ തന്റെ വ്രതം തെറ്റിക്കാൻ തയ്യാറായിരുന്നില്ല. നിരവധി രീതിയിൽ അംബയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് അസാധ്യമെന്ന് അയാൾ മനസ്സിലാക്കി. വേറെ വഴിയൊന്നുമില്ല എന്നായപ്പോൾ അയാൾ അംബയെ അവിടെ ഉപേക്ഷിച്ച് തിരികെ പോയി. ആ ദിവസം മുഴുവൻ അംബ ആ നിൽപ്പ് അവിടെ നിന്നു. ഭീഷ്മയോടുള്ള വൈരാഗ്യം അവളിൽ കത്തിയെരിയാൻ തുടങ്ങി. ഭീഷ്മയുടെ മരണം കാണണമെന്ന തീവ്രമായ ആഗ്രഹം അവളിൽ കത്തി. ഭീഷ്മയുടെ മരണം തന്റെ കൈകൊണ്ടാണെന്ന് അംബ ഉറപ്പിച്ചു. ശേഷം അംബ ഭീഷ്മയുടെ ഗുരുവായ പരശുരാമന്റെ അടുക്കലെത്തി. തനിക്കുണ്ടായ ദുരവസ്ഥ പരശുരാമനോട് പറഞ്ഞു. ഗുരുവിന് അംബയുടെ അവസ്ഥ മനസ്സിലായി. ശേഷം പരശുരാമനോട് ഒരു സഹായവും അവൾ ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടി അവളെ ഞെട്ടിച്ചു.